നമസ്കാരം. മല്ലു മെക്കാനിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴ നനയുമ്പോൾ വണ്ടി ഓട്ടത്തിൽ മിസ്സിങ് വരുന്നു, സ്റ്റാർട്ടാവുന്നില്ല. അതേപോലെ സ്റ്റാർട്ടായി നിൽക്കുന്നുണ്ട്, കൈ കൊടുക്കുമ്പോൾ വണ്ടി അങ്ങ് ഓഫായി പോകുന്നത്. അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ മഴക്കാലമാകുമ്പോൾ നമ്മൾ വണ്ടിക്ക് മുൻകരുതൽ എന്ന നിലയ്ക്ക് എന്തിനാണ് നമുക്ക് നോക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. പെട്ടെന്ന് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മഴയത്തോടുമ്പോൾ നമ്മളെ എയർ ഫിൽറ്ററിൻ്റെ ആ ബോക്സിൻ്റെ നേരെ അടിയിൽ ഒരു ഓസുണ്ട്. ആ ഓസ് എയർ ഫിൽറ്ററിൻ്റെ അകത്തൊക്കെ വെള്ളം കയറാനുള്ള ചാൻസ് കൂടുതലാണ്. മഴ സമയത്ത് ടയർ മുമ്പോട്ട് കറങ്ങുമ്പോൾ ഈ ടയറിൻ്റെ ആ വെള്ളം എല്ലാം അകത്തോട്ടാണ് അടിച്ച് കയറുന്നത്. അപ്പോൾ അടിച്ച് കയറുമ്പോൾ എയർ ഫിൽറ്ററിൻ്റെ ഓസ് എയർ നമ്മൾ പിടിക്കാനായിട്ടൊരു ഹോൾ അവിടെ ഉണ്ട്. അപ്പോൾ ആ ഹോളിൽ കൂടെ എയർ ഫിൽറ്ററിൻ്റെ അകത്ത് വെള്ളം കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം എല്ലാ വണ്ടിയും എയർ ഫിൽറ്ററിൻ്റെ അടിഭാഗത്ത് സൈഡിലെല്ലാം ഇതേപോലത്തെ ഒരു ഓസ് കാണും. അത് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇളക്കാൻ പോകുന്ന ആ ഓസാണ്. ഇതിനകത്തൊരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് എടുത്തിട്ട് ആ ഓസ് ഊരിയിട്ട് അതിൻ്റെ അകത്ത് എയർ ഫിൽറ്ററിൻ്റെ അകത്ത് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ ഇതേപോലെ വണ്ടി മഴയത്ത് ഓഫായി കഴിഞ്ഞാൽ നോക്കാനുള്ള കാര്യം ഈ എയർ ഫിൽറ്ററിൻ്റെ അടിയിൽ വരുന്ന ഈ ഓസാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അംശമൊന്നും കാണുന്നില്ല. ആക്റ്റീവ, ഡിയോ, മാസ്ട്രോ, എഡ്ജ് സ്കൂട്ടികൾക്കെല്ലാം ഈ ഇടത് സൈഡാണ് വരുന്നത്. ഇതേപോലെ എയർ ഫിൽറ്ററിൻ്റെ ഓസ് എല്ലാ വണ്ടിക്കും കാണുന്നതാണ്. അപ്പോൾ ഈ ഓസ് കുഴപ്പമില്ല, ഇതിൻ്റെ അകത്ത് വെള്ളം കയറിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഹോളിൽ ഈ ഹോളിൽ അടവുണ്ടാകുന്നതാണ് നമ്മൾ നോക്കുന്നത്. സ്കൂട്ടർ എന്തെങ്കിലും കയറ്റി ഇതിൻ്റെ ഹോൾ അടഞ്ഞിരിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചോളണം. അപ്പോൾ ആ ഹോൾ അടവുമില്ല. അപ്പോൾ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ബാക്ക് ടയറിൻ്റെ തന്നെ അടിഭാഗത്തായിട്ട് ഫ്ലാപ്പ് ഉണ്ടാകുന്ന നോക്കിക്കൊള്ളണം. ഇത് വെള്ളം അകത്തോട്ട് ഫ്രണ്ടിലോട്ടാണ് ടയർ കറങ്ങുന്നതുകൊണ്ട് വെള്ളം അകത്തോട്ട് അടിച്ച് കയറാതിരിക്കാനുള്ള ഒരു ഫ്ലാപ്പുണ്ട്. ആ ഫ്ലാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കാർബറേറ്ററിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ സ്റ്റാർട്ടാവാതെ വരും. അതേപോലെ തന്നെ മിസ്സിങ് ഇത് വരും. അപ്പോൾ ഇപ്പോൾ ഫ്ലാപ്പ് നോക്കിയാൽ ഫ്ലാപ്പ് ഓക്കെയാണ്. അപ്പോൾ വെളിയിൽ നിന്ന് നോക്കാനുള്ള കാര്യങ്ങൾ, വെള്ളം കയറാൻ മെയിനായിട്ട് 2 കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അടുത്ത മൂന്നാമത്തെ കാര്യം നമുക്ക് നോക്കാം. നമുക്ക് അടുത്ത എൻജിൻ റൂമിലോട്ട് നോക്കാം. നമ്മൾ ഈ ഫ്ലാപ്പാണ് നേരത്തെ കാണിച്ചത്. ആ ഫ്ലാപ്പ് ഇല്ല, ചില വണ്ടിക്കൊക്കെ ഫ്ലാപ്പ് കാണത്തില്ല. മഴയത്ത് ഓടുമ്പോൾ ഈ ഫ്ലാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ട്യൂബിൻ്റെ ഒരു പീസ് വെട്ടി ഇവിടെ ഒരു സ്ക്രൂ ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വെള്ളം കയറാനുള്ള ചാൻസ് കൂടുതലാണ്. വണ്ടി സ്റ്റാർട്ടിങ് ട്രബിളും മിസ്സിങ് എല്ലാം വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചോളണം. പിന്നെ നമ്മൾ നോക്കാനുള്ളത് ഈ കാർബണിലോട്ട് പിടിപ്പിക്കുന്ന എയർ ഫിൽറ്ററിൻ്റെ ജോയിൻ്റ് വരുന്ന സ്ഥലം. ഈ ജോയിൻ്റ് വരുന്ന സ്ഥലത്ത് ഗ്യാപ്പ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ ഓസ് അങ്ങ് ഹാർഡാവും. ഇതൊക്കെ പിതുങ്ങാതെ ഹാർഡായി കഴിഞ്ഞാൽ ഇവിടെ ഗ്യാപ്പ് വരും. അപ്പോൾ ഇത് ഇടയ്ക്ക് ഒരു 20,000 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ ഈ ഹോസ് മാറി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഗ്യാപ്പ് വരും. ഇതിൻ്റെ അകത്തുകൂടെ തന്നെ വെള്ളം എയർ ഫിൽറ്ററിലോട്ട് ഇറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ ഈ ഫ്ലാപ്പില്ല എന്നുണ്ടെങ്കിൽ ഈ കാർബറേറ്ററിൻ്റെ പിസ്റ്റൺ വരുന്ന കാർബറേറ്റർ ആക്സിലേറ്റർ കേബിളാണിത്. ഇവിടെ ഒരു റബ്ബറുണ്ട്. ആ റബ്ബർ പോയിരുന്നാൽ ഇതിൻ്റെ അകത്ത് കാർബറേറ്ററിൽ വെള്ളം ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഈ റബ്ബർ ശ്രദ്ധിച്ചോളണം. അതേപോലെ തന്നെ ഫ്ലാപ്പില്ലായിരുന്നാൽ ഇതിൻ്റെ അകത്തൂടെ ഈ കാർബറേറ്ററിൽ വെള്ളം കയറാനുള്ള ചാൻസ് ഉണ്ട്. അതും ശ്രദ്ധിച്ചോളാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്പാർക്ക് പ്ലഗ്ഗാണ്. മഴ സമയത്ത് നിങ്ങൾ മസ്റ്റായിട്ടും സ്പാർക്ക് പ്ലഗ് പുതിയത് മാറ്റിയിരിക്കണം. മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ട്രബിൾ വരും. അപ്പോൾ നമ്മൾ സ്പാർക്ക് പ്ലഗിൻ്റെ അഡാപ്റ്റർ ഊരുകയാണ്. ഈ സ്പാർക്ക് പ്ലഗിൻ്റെ അഡാപ്റ്റർ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മെയിനായിട്ട് മഴ സമയത്ത് ഇതിൻ്റെ അകത്ത് ഒരു ലോക്കുണ്ട്. ആ ലോക്ക് ഉണ്ടാകുന്ന നോക്കണം, അല്ലാതെ ക്ലാവ് ഉണ്ടാകുന്ന നോക്കിക്കൊള്ളണം. അതേപോലെ തന്നെ ഈ അഡാപ്റ്റർ ഊരിയിട്ട് ഈ വയറിൽ ക്ലാവ് ഉണ്ടാകുന്ന നോക്കണം. ഇത് കറക്കി ഊരിയാൽ മതി. പ്ലഗ് അഡാപ്റ്റർ ഒരു മെയിൻ കേസാണ്. ഈ പ്ലഗ് അഡാപ്റ്ററിലോട്ട് വെള്ളം ഇറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം മഴ സമയത്ത് നിങ്ങൾ പുതിയ പ്ലഗ് അഡാപ്റ്റർ മാറിക്കൊടുത്താൽ സേഫ്റ്റി ആവും. ഇതിൻ്റെ അകത്ത് നല്ല ക്ലാവ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ മാറിക്കൊടുക്കണം. അതുപോലെ തന്നെ ഈ പ്ലഗിൻ്റെ ഇതിൽ നല്ല ക്ലാവ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇഗ്നീഷ്യൻ കോയിൻ്റെ വയറാണിത്. അതിൽ ക്ലാവ് ഉള്ളതുകൊണ്ട് അത് ഭാഗം ശകലം തോനെ കയറി കട്ടണം, നീളം നോക്കിയിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ആ ക്ലാവ് അങ്ങ് മാറിക്കോളും. ഇത് പുതിയ അഡാപ്റ്റർ തന്നെ വയ്ക്കണം. അപ്പോൾ നമുക്ക് പ്ലഗ് ഇളക്കി നോക്കാം. അപ്പോൾ അഡാപ്റ്റർ മഴ സമയമാകുമ്പോൾ ഇതങ്ങ് മാറിക്കൊടുക്കുന്നതാണ് നല്ലത്. ക്ലാവൊക്കെ ഉള്ളതുകൊണ്ട് ഇത് മാറിക്കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ പ്ലഗ് ഇളക്കി നോക്കുകയാണ്. അപ്പോൾ പ്ലഗിൻ്റെ അവസ്ഥ ഇതാണ്. നല്ല തുരുമ്പുണ്ട്. കമ്പനി പ്ലഗ് തന്നെയാണ്. അപ്പോൾ ഇതെന്തായാലും മഴ സമയത്ത് പ്ലഗിൻ്റെ അഡാപ്റ്റർ നമ്മൾ മാറിക്കൊടുക്കണം. കാർബറേറ്ററിൽ നമ്മൾ അടുത്ത് നോക്കാനുള്ളത് ഷോക്കിൻ്റെ കേബിളാണ്.
ഈ ചോക്ക് വർക്കാകാതെ നോക്കണം. മഴ സമയത്ത് ചോക്ക് അത്യാവശ്യമുള്ള കേസാണ്. വലിക്കുമ്പോൾ കറക്റ്റ് ജാമായിട്ടുണ്ടോ, അത് റിട്ടേൺ പോകുന്നുണ്ടോ, അതെല്ലാം ശ്രദ്ധിച്ചോളാം. അപ്പോൾ ഇത് വർക്കിംഗ് ആണ്. ചോക്ക് മഴ സമയത്ത് വർക്കിംഗ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ആവാൻ ഇത്തിരി പാടായിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം ഇത് വർക്കിംഗ് ആണോ ഇല്ലയെന്ന്. അപ്പോൾ നമ്മൾ ടാങ്കിൻ്റെ അകത്ത് വെള്ളം ഉണ്ടാകുന്ന നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. കുറച്ചൊരു കുപ്പി എടുത്തിട്ട് നമുക്ക് ടാങ്കിൻ്റെ അകത്ത് വെള്ളം ഉണ്ടാകുന്ന നമ്മൾ നോക്കണം. ഒന്ന് ഓസ് ഊരിയിട്ട് ഓഫ് ചെയ്ത് മതിയാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം കുഴപ്പമില്ല. വെള്ളം ഉണ്ടെങ്കിൽ നേരെ പെട്രോളിൻ്റെ അടിയിൽ മാത്രമേ നിൽക്കുകയുള്ളൂ. പെട്രോളുമായിട്ട് വെള്ളം മിക്സ് ആകത്തില്ല. അപ്പോൾ വെള്ളം വരുന്നതിൻ്റെ അടിയിൽ മാത്രമേ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് വെള്ളം കാണുന്നില്ല. ബൈക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കണം. ഇതിപ്പോൾ സ്കൂട്ടി ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ അംശം നമ്മളൊന്ന് ചെക്ക് ചെയ്തെന്നേ ഉള്ളൂ. ബൈക്കിൽ നമ്മൾ ഇതേപോലെ കാർബറേറ്ററിൻ്റെ അടിഭാഗത്ത് ഒരു ഓവർഫ്ലോ സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ മൈനസിൻ്റെ സ്ക്രൂ ആണ്. അന്ന് ഇളക്കിയിട്ട് ഇതേപോലെ ഒരു കുപ്പിയിലെടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും കറക്റ്റ് വെള്ളം ഉണ്ടായില്ലേന്. ഇനി നമ്മൾ ഇളക്കാൻ പോകുന്നത് കാർബറേറ്ററാണ്. കാർബറേറ്റർ ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടായി നിൽക്കും, പക്ഷെ കൈ കൊടുക്കുമ്പോൾ വണ്ടി ഓഫാവും. അപ്പോൾ അത് നമ്മൾ നോക്കാനുള്ളൊരു കാര്യമാണ്. എയർ ഫിൽറ്റർ ഇളക്കുമ്പോൾ നമ്മൾ ഇത് നോക്കാനുള്ളത് ഓയിലിൻ്റെ അംശമുണ്ട്. ഓയിലിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇത് ഫുള്ള് പൊടിയും പിന്നെ ചെളി പോലെ ആവും. അപ്പോൾ അത് പിന്നെ രണ്ടാമത് നോക്കാനുള്ളത് എയർ ഫിൽറ്ററിൽ വെള്ളത്തിൻ്റെ അംശം. വെള്ളം തൊട്ട് നോക്കുമ്പോൾ അറിയാം വെള്ളത്തിൻ്റെ നനവ് ഉണ്ടായില്ലേ എന്നുള്ള ഇത് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഇത് എന്തായാലും നമ്മൾ മാറിക്കൊടുത്തേ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് മഴക്കാലത്ത് നിങ്ങളുടെ വണ്ടിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വളരെ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. ആ 10 കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ഒന്ന്, എയർ ഫിൽറ്റർ വാട്ടർ ട്രെയിൻ ഹോസാണ്. അത് അടഞ്ഞിരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ രണ്ടാമത്തത് ബാക്ക് ടയർ മഡ് ഫ്ലാപ്പാണ്. മഡ് ഫ്ലാപ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഫ്ലാപ്പില്ല എന്നുണ്ടെങ്കിൽ നേരെ ആ വെള്ളമെല്ലാം കാർബറേറ്ററിൽ അടിച്ച് കയറും. അത് മൂന്നാമത്തെ കാര്യം എയർ ക്ലീനർ ഇൻടേക്ക് ഹോസാണ്. കാർബറേറ്ററും എയർ ഫിൽറ്ററുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന ഹോസ്, അത് മെയിനാണ്, അത് നോക്കിക്കൊള്ളാം. നാലാമത്തത് ബൂട്ട് ഫോർ ത്രോട്ടിൽ കേബിൾ. കാർബറേറ്ററിൻ്റെ ടോപ്പിൽ വരുന്ന ആക്സിലേറ്റർ കേബിൾ വരുന്ന ടോപ്പിൽ റബ്ബറുണ്ട്. ആ റബ്ബർ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിച്ചോളാം. ആ റബ്ബർ ചിലത് കീറിയൊക്കെ ഇരിക്കും. അത് ചൂടാകുമ്പോൾ എൻജിൻ ചൂടാക്കാവുമ്പോൾ അത് ഹോൾ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അഞ്ചാമത്തെ കാര്യം സ്പാർക്ക് പ്ലഗ് അഡാപ്റ്ററാണ്. അതും മെയിനായിട്ടുള്ള കേസാണ്. അത് ബൈക്കിൽ സ്കൂട്ടിയിൽ എല്ലാം ഒരേപോലെയാണ്. അഡാപ്റ്റർ ഒരു മെയിൻ കേസാണ്. ആറാമത്തെ കാര്യം സ്പാർക്ക് പ്ലഗ്ഗാണ്. മഴ സമയത്ത് സ്പാർക്ക് പ്ലഗും അഡാപ്റ്ററും നിങ്ങൾ എന്തായാലും മാറിയിരിക്കണം. മാറുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഈ മഴക്കാലത്ത് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് കുറവായിരിക്കും അത് രണ്ടും മാറിക്കഴിഞ്ഞാൽ. സോ ഏഴാമത്തെ കാര്യം ചോക്ക് കേബിള് നിങ്ങൾ വർക്കിംഗ് ആണെന്ന് തീർച്ചയായും നോക്കിയിരിക്കണം. എട്ടാമത്തെ കാര്യം വാട്ടർ കണ്ടൻറ്റ് പെട്രോൾ എന്ന് പറഞ്ഞാൽ പെട്രോളിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാ ഇല്ലയെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അത് ഒരു കുപ്പിയിൽ പിടിച്ച് അത് വീഡിയോ കാണിച്ചതുപോലെ അത് നോക്കിയാൽ മതി. ഈ പെട്രോളിൻ്റെ അടിഭാഗത്ത് മാത്രമേ വെള്ളം കിടക്കത്തുള്ളൂ. ഇത് തമ്മിൽ മിക്സ് ആവത്തില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചോളണം. ഒമ്പതാമത്തെ കാര്യം കാർബറേറ്റർ ക്ലീൻ ചെയ്യണം. കാർബറേറ്റർ ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്ലോ സ്പീഡ് നിൽക്കും, പക്ഷെ കൈ കൊടുക്കുമ്പോൾ വണ്ടി അങ്ങ് ഓഫ് ആവും. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിലും വരും. അതേപോലെ തന്നെ ആ ജെറ്റ് സ്ക്രൂ ഒക്കെ അടഞ്ഞിരുന്നാലും ചെറിയ ഹോളാണ്. ആ ചെറിയ ഹോള് അടഞ്ഞിരുന്നാലും ഈ കൈ കൊടുക്കുമ്പോൾ വണ്ടി ഓഫ് ആവുന്ന ഒരു കംപ്ലൈൻറ്റ് വരും. മഴക്കാലത്ത് അത് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ പത്താമത്തെ കാര്യം എയർ ഫിൽറ്റർ മെയിനാണ്. എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നതും നല്ലതാണ്. ക്ലീൻ ചെയ്യുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് മാറുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മഴക്കാലത്ത് ഇതൊക്കെ എയർ ഫിൽറ്ററും മസ്റ്റായിട്ട് മാറുന്നതാണ് ഏറ്റവും നല്ലത്. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു.